ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മരവിപ്പിച്ച സിൽവർ ലൈൻ പദ്ധതിക്കായി സർക്കാർ ഇതുവരെ ചെലവാക്കി കളഞ്ഞത് 70 കോടി രൂപയാണ്. കഴിഞ്ഞ കൊല്ലം മാത്രം 20 കോടിയിലധികം രൂപ ചെലവാക്കിയെന്നാണ് കണക്കുകൾ പറയുന്നത്. പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കും മുമ്പാണ് ഇത്രയധികം പണം സിൽവർ ലൈൻ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായി പിണറായി സർക്കാർ അവതരിപ്പിച്ചതാണ് സിൽവർ ലൈൻ. പദ്ധതി പ്രഖ്യാപിച്ചത് മുതൽ ജനകീയ പ്രതിഷേധം ആളിക്കത്തി. കേന്ദ്ര നിലപാട് കൂടി എതിരായതോടെ സർക്കാരിന് പിൻവലിയേണ്ടി വന്നു. എന്നാൽ അതുവഴി പൊതുഖജനാവിനുണ്ടായതാകട്ടെ കോടികളുടെ നഷ്ടവും. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ 4 വർഷം മുമ്പ് വിജ്ഞാപനമിറക്കിയെങ്കിലും 1 സെന്റ് സ്ഥലം പോലും ഏറ്റെടുക്കാനായില്ല. സ്വകാര്യ ഭൂമിയിൽ മഞ്ഞക്കുറ്റിയിടാനുള്ള ശ്രമം ജനങ്ങൾ തടഞ്ഞു. പദ്ധതി നടത്തിപ്പിനായി ഈ കാലയളവിൽ സർക്കാർ വിനിയോഗിച്ച തുക എത്രയെന്ന് കൂടി അറിയാം. DPR തയ്യാറാക്കാൻ കൺസൾട്ടൻസി നൽകിയ ചെലവ് 29.30 കോടി, എസ്റ്റാബ്ലിഷ്മെന്റിനായി 20.50 കോടി, ഉദ്യോഗസ്ഥർക്ക് ശമ്പള ഇനത്തിൽ നൽകിയത് 9.27 കോടി, ലിഡാർ സർവേക്ക് 2.09 കോടി, അതിർത്തി കല്ലിടൽ 1.14 കോടി, മറ്റ് ചെലവുകൾ കൂടി ചേർത്ത 70 കോടി രൂപ. 9 ജില്ലകളിലായി 108 ഹെക്ടർ ഭൂമിയാണ് പദ്ധതിക്ക് വേണ്ടത്. സംസ്ഥാന സർക്കാർ 64,000 കോടി ചെലവ് പ്രതീക്ഷിച്ച പദ്ധതിക്ക് 1.26 ലക്ഷം കോടി വേണ്ടിവരുമെന്നാണ് നീതി ആയോഗിന്റെ കണക്ക്. സിൽവർ ലൈൻ പദ്ധതി അടഞ്ഞ അധ്യായമല്ലെന്നും അനുമതിക്കായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വരുന്നുവെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ പദ്ധതിക്ക് ഭൂമി വിട്ടു നൽകാനാവില്ലെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചതോടെ സിൽവർ ലൈൻ വഴിമുട്ടി. നഷ്ടം പൊതുഖജനാവിന് മാത്രം. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. പദ്ധതികൾ നടപ്പിലായാലും ഇല്ലെങ്കിലും പദ്ധതിയുടെ പേരിൽ പണം ചെലവഴിക്കുന്നതിന് ഒരു കുറവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നോക്കാം നാട്ടുകാരുടെ ചില രോഷം കലർന്ന പ്രതികരണങ്ങൾ. ഇത്രയും കോടി മുടക്കിയിട്ടും പ്രത്യേകിച്ച് പ്രയോജനമില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ആദ്യം തന്നെ ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ. വളരെ ഭാവിയിൽ മോഹനസുന്ദര വാഗ്ദാനം നൽകി അവതരിപ്പിച്ച പദ്ധതികളൊക്കെ കടലാസ് പദ്ധതികളായിട്ട് അവശേഷിക്കുകയാണ്. ഇന്ന് പ്രഖ്യാപനങ്ങളല്ലാതെ ആത്മാർത്ഥത പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നതിൽ രാഷ്ട്രീയക്കാർ കാണിക്കുന്നില്ല. പഴയ വിശ്വാസ്യത ഇപ്പം രാഷ്ട്രീയക്കാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് വന്നതുകൊണ്ട് ചിലപ്പം സിൽവർ ലൈൻ വരാൻ ചാൻസ് കുറവാണ്. കേന്ദ്ര അനുമതി ചിലപ്പോൾ കൊടുക്കാൻ വൈകും. അടുത്ത ഭരണം ചിലപ്പോൾ ഇവർ തന്നെ മാറി വരികയാണെങ്കിൽ. ഒന്നുമായിട്ടില്ല, നമ്മുടെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അത് സിൽവറിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് തന്നെ ജനങ്ങളെ പറ്റിക്കല്ലേ. അല്ല, നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണമെന്ന് സർക്കാരിനും ഇല്ല, ആർക്കും ഒന്നുമില്ല. ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള യാത്രാ സൗകര്യമുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഫാസ്റ്റായിട്ടുള്ള യാത്രാ സൗകര്യം ഇല്ലാത്തത്. അതിന് ഒരു ബദലാണ് സിൽവർ ലൈൻ. അപ്പോൾ സിൽവർ ലൈൻ നടപ്പിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ വികസനത്തിൻ്റെ വേറൊരു സംഭവമല്ലേ. ഇതിനെ രാഷ്ട്രീയം കൊണ്ട് എതിർത്തതല്ലേ, അത് വരേണ്ടതല്ലേ. അതൊരു സർവേ മാത്രമല്ലേ നടത്തിയുള്ളൂ. അപ്പോൾ അതിനെ എന്തു പറയുക, അതിനെ കേന്ദ്ര സർക്കാരിൻ്റെ ഒറ്റ പിടിവാശി കൊണ്ട് അത് എതിർത്തില്ല. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ. റെയിൽ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയത്തില്ല നടപ്പാക്കുക. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചും പിന്നെ ആൾക്കാരുടെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ അനുസരിച്ചും സ്ഥലങ്ങൾ അക്വയർ ചെയ്യണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ചില പ്രേക്ഷകരുടെ യൂട്യൂബ് സന്ദേശം. മിനിബാബു പറഞ്ഞ് എത്രയോ പേർ കുട്ടികളില്ലാതെ വിഷമിക്കുന്നു. അമ്മ തൊട്ടിൽ ഉപേക്ഷിച്ചെങ്കിൽ ആ പാവം കുഞ്ഞ് മരിക്കില്ലായിരുന്നു എന്നാണ് മിനിബാബു പറയുന്നത്. അതുപോലെ പരമേശ്വരമുള്ള പറയുന്നു, യദുവിനെ മഹത്വവൽക്കരിച്ച നിങ്ങളുടെ ചാനലിൻ്റെ വിശ്വാസ്യത കുറയുകയാണ് SKN എന്ന് പറയുന്നു. അദ്ദേഹത്തെ നമ്മൾ മഹത്വവൽക്കരിച്ചോ? എന്തായാലും പോലീസ് അന്വേഷണം നടക്കില്ല. അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല. കാര്യങ്ങൾ നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.